Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റെസിപ്രോക്കൽ പ്രൊനൗൺസ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, എന്താണ് റെസിപ്രോക്കൽ പ്രൊനൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ പറയില്ലേ, അതായത് അങ്ങോട്ടും നേരെ തിരിച്ചിങ്ങോട്ടും, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിലൊക്കെ പറയുമ്പോൾ പരസ്പരം അല്ലെങ്കിൽ ഇരുവരും എന്നൊക്കെ പറയില്ലേ. അതായത് നമ്മൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന പ്രൊനൗൺസിനാണ് നമ്മൾ എന്ത് പറയാം, റെസിപ്രോക്കൽ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ റെസിപ്രോക്കൽ പ്രൊനൗൺസ് ആണ്. നമ്മൾ ഇന്ന് ഏതൊക്കെയാണ് റെസിപ്രോക്കൽ പ്രൊനൗൺസ് കേട്ടോ, അതുപോലെ തന്നെ ആ റെസിപ്രോക്കൽ പ്രൊനൗൺസിന്റെ ഉപയോഗം. അപ്പോൾ ഓക്കെ, നമുക്ക് ഏതൊക്കെയാണ് റെസിപ്രോക്കൽ പ്രൊനൗൺസ്, ഫസ്റ്റ് നമുക്ക് അത് നോക്കാം. അപ്പോൾ നോക്കൂ, റെസിപ്രോക്കൽ പ്രൊനൗൺസ് ആർ പ്രൊനൗൺസ്. റെസിപ്രോക്കൽ പ്രൊനൗൺസ് നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ പ്രൊനൗൺസ് ആണ്. എന്താ അതിന്റെ പ്രത്യേകത? വിച്ച് ഇൻഡിക്കേറ്റ് എ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്. അതായത് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന പ്രൊനൗൺസ്. റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് പരസ്പരം എന്ന് പറയില്ലേ, അതായത് അങ്ങോട്ട് കൊടുക്കുക അങ്ങോട്ട് തിരിച്ചു വാങ്ങുക, ദാറ്റ് ഈസ് റെസിപ്രോക്കൽ കേട്ടോ. അപ്പൊ ഇത്തരത്തിൽ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക, സൂചിപ്പിക്കുന്ന പ്രോനൗൺ ആണ് ഇത് റെസിപ്രോക്കൽ പ്രോനൗൺ. ഏതൊക്കെയാണെന്നറിയോ? അതായത് ഈച്ച് അതർ, വൺ അനദർ. അപ്പൊ റെസിപ്രോക്കൽ പ്രോനൗൺസ് ആണ് ഏതൊക്കെ? ഈച്ച് അതർ എന്നുള്ളതും വൺ അനദർ എന്നുള്ളതും കേട്ടോ, രണ്ടെണ്ണം. നോക്കൂ, ഇനി ഒന്നാമത്തേത് ഈച്ച് അതർ. ഈച്ച് അതർ ഈസ് യൂസ്ഡ് ടു റെഫർ ടു ടു പേഴ്സൺസ് ഓർ തിങ്സ്. രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ. അപ്പൊ രണ്ടെണ്ണത്തിൽ കൂടാൻ പറ്റില്ല കേട്ടോ. രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ, അവയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അവരെ, രണ്ടാളുകളെ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെ, രണ്ടാളുകൾ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ, അവയെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഈച്ച് അതർ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കൂ, ദ ബ്രദേഴ്സ് ലവ്ഡ് ഈച്ച് അതർ. ദ ബ്രദേഴ്സ് ലവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേര്, ബ്രദേഴ്സ്, ആ സഹോദരങ്ങള്, ലവ്ഡ് ഈച്ച് അതർ, പരസ്പരം സ്നേഹിച്ചിരുന്നു. ഈച്ച് അതർ രണ്ടുപേരും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അടുത്തൊരു എക്സാമ്പിൾ കേട്ടോ, ദീസ് ടു കിങ്സ് ഫോട്ട് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. ഈ രണ്ടു രാജാക്കന്മാര്, ദീസ് ടു കിങ്സ്, രണ്ട് രാജാക്കന്മാര്, ഫോട്ട്, അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തു, എഗെയിൻസ്റ്റ് ഈച്ച് അതർ, രണ്ടുപേരും എങ്ങനെ? എഗെയിൻസ്റ്റ് ഈച്ച് അതർ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇയാൾ അങ്ങോട്ടും ഫൈറ്റ് ചെയ്തു, അയാൾ ഇങ്ങോട്ടും. അതാണ് എന്ത്? ഈച്ച് അതർ. ഇനി അടുത്തത്, അപ്പൊ ഇവിടെ രണ്ടാള് അല്ലെങ്കിൽ രണ്ട് വസ്തു. അടുത്തത് വൺ അനദർ. വൺ അനദർ ഈസ് യൂസ്ഡ് ടു റെഫർ ടു മോർ ദാൻ ടു പേഴ്സൺസ് ഓർ തിങ്സ്. ഇവിടെ രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ അല്ലെങ്കിൽ പേഴ്സൺസിനെ സൂചിപ്പിക്കാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞെടുത്ത് ടു പേഴ്സൺസ് ഓർ തിങ്സ്. എന്നാൽ വൺ അനദർ എന്ന് പറയുമ്പോൾ മോർ ദാൻ ടു പേഴ്സൺസ് ഓർ തിങ്സ്, രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾ. എക്സാമ്പിൾ, വി ക്യാൻ ഓൾ ട്രസ്റ്റ് വൺ അനദർ. വി ക്യാൻ ഓൾ, നമുക്കെല്ലാവർക്കും കഴിയും, രണ്ടാൾക്കല്ല എല്ലാവർക്കും. വി ക്യാൻ ഓൾ ട്രസ്റ്റ്, നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയും. വൺ അനദർ, ഒരാൾക്ക് മറ്റൊരാളെ, മീൻസ് എല്ലാവർക്കും പരസ്പരം കേട്ടോ. അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ, ഓൾ ദ പീപ്പിൾ ഇൻ മൈ വില്ലേജ്. എൻ്റെ ഗ്രാമത്തിലെ എല്ലാ ആളുകളും, നോ വൺ അനദർ, എല്ലാ ആളുകളും. ഓൾ ദ പീപ്പിൾ ഇൻ മൈ വില്ലേജ് നോ വൺ അനദർ, എൻ്റെ ഗ്രാമത്തിലെ എല്ലാ ആളുകൾക്കും നോ വൺ അനദർ, ഒരാൾക്ക് മറ്റൊരാളെ അറിയാം. അപ്പൊ ഇവിടെ രണ്ടാളുകളല്ല, എല്ലാ ആളുകളും, രണ്ടിൽ കൂടുതൽ ആളുകൾ. അപ്പൊ രണ്ടാളുകളോ രണ്ട് വ്യക്തികളോ ആണെങ്കിൽ ഈച്ച് അതർ, രണ്ടിൽ കൂടുതലാണെങ്കിൽ വൺ അനദർ. ഇതാണ് എന്ത്? റെസിപ്രോക്കൽ പ്രൊനൗൺസ്, ഈച്ച് അതർ, വൺ അനദർ. നോക്കൂ, അടുത്തത് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എന്നുള്ളതാണ്. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആർ യൂസ്ഡ് ടു റെഫർ ടു പേഴ്സൺസ് ഓർ തിങ്സ് ഇൻ എ ജനറൽ വേ. അതായത്
വസ്തുക്കളെ കുറിച്ച് അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ച് ജസ്റ്റ് ജനറൽ ആയിട്ട് പൊതുവായിട്ട് പറയാം. അതായത് പെർട്ടിക്കുലർ ആയിട്ടല്ല, പൊതുവായിട്ട് കോമൺ ആയിട്ട് മൊത്തത്തിൽ പറയാം. ആളുകളെ കുറിച്ചോ അല്ലെങ്കിൽ വസ്തുക്കളെ കുറിച്ചോ പൊതുവായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. എക്സാമ്പിൾ: എവരിബഡി, എവരിവൺ, നോബഡി, നത്തിങ്, ഓൾ, എവരി, ഈച്ച്, മെനി, ഫ്യൂ, വൺ, സം, ബോത്ത്, എക്സെട്ര. അപ്പൊ ഇവയെല്ലാം എന്താണ്? ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിന് എക്സാമ്പിൾ ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വണ്ണ് വെച്ചിട്ടാണ്. വൺ ഓഫ് മൈ സ്റ്റുഡൻസ്, എൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാള്, ഹാസ് പാസ്ഡ് ദ എക്സാം പാസ്സായി. അടുത്ത എക്സാമ്പിൾ നത്തിങ് വെച്ചാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, ഒന്നും അസാധ്യമല്ല. അപ്പൊ ഇവിടെ വസ്തു അതുപോലെ തന്നെ പേഴ്സൺ, വ്യക്തി അല്ലെങ്കിൽ വസ്തു ജനറൽ ആയിട്ട് പൊതുവെ പറയാണ്. ഇന്ന ആള് എന്ന് പെർട്ടിക്കുലർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. പകരം പറയാണ് വൺ ഓഫ് മൈ സ്റ്റുഡൻസ്, എൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാള്. നോക്കൂ ഇനി ഈച്ച്, എവരി, ബോത്ത്. ഇതില് ഈച്ച് ആൻഡ് എവരി ടേക്ക് എ സിംഗുലർ വേർബ്. അപ്പൊ ഈച്ച് എന്നുള്ളതും എവരി എന്നുള്ളതും ഇവയ്ക്ക് രണ്ടിനും ശേഷം സിംഗുലർ വെർബാണ് വരിക. എന്നാൽ ബോത്ത് ടേക്സ് എ പ്ലൂരൽ വെർബ്. എന്നാൽ ബോത്ത് അങ്ങനെയല്ല. ബോത്ത് എന്നുള്ളതിന് ശേഷം പ്ലൂരൽ വെർബാണ് വരിക. എക്സാമ്പിൾ: ഈച്ച് പ്ലെയർ നോസ് ദ റൂൾസ്. ഈച്ച് പ്ലെയർ, ഓരോ കളിക്കാരനും, നോസ് ദ റൂൾസ്, നോസ് സിംഗുലർ വെർബ്. ഇവിടെ ശ്രദ്ധിക്കണം, ഈച്ചിന് ശേഷം വന്നിരിക്കുന്ന നൗണും സിംഗുലർ ആണ്. ഈച്ച് പ്ലെയർ. അതുപോലെ തന്നെ എന്നാൽ ബോത്ത് പ്ലെയേഴ്സ്. അപ്പൊ ബോത്തിന് ശേഷം വന്നിരിക്കുന്ന നൗൺ എന്താണ്? പ്ലൂരൽ ആണ്. സോ വെർബും എന്താണ്? പ്ലൂരൽ. ബോത്ത് പ്ലെയേഴ്സ് നോ ദ റൂൾസ്. ഇനി സം എന്നുള്ളതും എനി എന്നുള്ളതും. സം ആൻഡ് എനി ആർ യൂഷ്വലി യൂസ്ഡ് വിത്ത് പ്ലൂരൽ നൗൺസ്. അപ്പൊ സം എന്നുള്ളതും എനി എന്നുള്ളതും സാധാരണ പ്ലൂരൽ നൗൺസിന്റെ കൂടെയാണ് ഉപയോഗിക്കുക. അപ്പൊ സാധാരണ പ്ലൂരൽ നൗൺസിന്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? സം എന്നുള്ളതും മെനി എന്നുള്ളതും ഉപയോഗിക്കുന്നത്. However, some is used in a positive sense and any is used in a negative sense. എന്താ വ്യത്യാസം? സം എന്നുള്ളത് പോസിറ്റീവ് സെൻസിലും എനി എന്നുള്ളത് നെഗറ്റീവ് സെൻസിലും. അപ്പൊ സം എന്നുള്ളതിന് ഒരു പോസിറ്റീവ് മീനിങ്ങും എനി എന്നുള്ളതിന് നെഗറ്റീവ് മീനിങ്ങുമാണ് ഉള്ളത്. എക്സാമ്പിൾ: ഷീ ഹാസ് ബോട്ട് സം വെജിറ്റബിൾസ്. അതായത് അവള് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങി. അവ പോസിറ്റീവ് ആണ്, കുറച്ച് ഉണ്ട്. കുറച്ച് വെജിറ്റബിൾസ് അവൾ വാങ്ങി. നോക്കൂ, ഷീ ഹാസ് നോട്ട് ബോട്ട് എനി വെജിറ്റബിൾസ്. അപ്പൊ ഒരു വെജിറ്റബിൾസും, ഒന്നും, ഒരൈറ്റവും അവൾ വാങ്ങിയില്ല. ഒരൈറ്റവും അവള് വാങ്ങിയില്ല. അപ്പൊ അവിടെ എനി എന്നുള്ളത് നെഗറ്റീവ് സെൻസിലാണ് എന്ത് ചെയ്തത്? ഉപയോഗിച്ചത്. ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു സം എന്നുള്ളതും എനി എന്നുള്ളതും ഇവയുടെ കൂടെ പ്ലൂരൽ നൗൺസ് ആണ് ഉപയോഗിക്കുക. എന്നാൽ ഇവയുടെ കൂടെ യൂസ്ഡ് വിത്ത് സിംഗുലർ നൗൺസ്, ചില സാഹചര്യങ്ങളിൽ സിംഗുലർ നൗൺസും ഉപയോഗിക്കും. എപ്പോഴാണ്? റെഫർ ടു സംതിങ് വിച്ച് ഈസ് നോട്ട് സ്പെസിഫിക് ആസ് ഇൻ ദ ഫോളോയിങ് കേസസ്. അതായത് പറയുന്ന കാര്യം സ്പെസിഫിക് ആവില്ല, പറയുന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവില്ല. അപ്പൊ എന്താണോ പറയുന്നത് ആ കാര്യത്തിൽ വ്യക്തത ഉണ്ടാവില്ല, ഉറപ്പുണ്ടാവില്ല. എക്സാമ്പിൾ നോക്കുന്നാലേ കൂടുതൽ മനസ്സിലാവുള്ളൂ. എക്സാമ്പിള്: സം ഇന്റലക്ട് ഹാസ് ഡൺ ദിസ്. സം ഇന്റലക്ട്, ഏതോ ബുദ്ധിജീവി, അത് ആരാന്നറിയില്ല. അതാ പറഞ്ഞത്, വ്യക്തത ഇല്ല. ആര് എന്ത് എന്ന് ഇസ് നോട്ട് സ്പെസിഫിക്. എന്തല്ല? സ്പെസിഫിക് അല്ല. കാരണം കാര്യം എന്താന്നുള്ളത് കൃത്യത ഇല്ല, വ്യക്തമായിട്ട് അറിയില്ല, വ്യക്തത ഇല്ല. പക്ഷെ എന്തറിയാം? ഇന്റലക്റ്റ് ആണ്. സം ഇന്റലക്റ്റ്,
ഹാസ് ഡൺ ദിസ്. അതുപോലെ തന്നെ എനി ഫൂൾ വിൽ ഈസിലി സോൾവ് ദിസ് പസിൽ. ഏതൊരു വിഡ്ഢിക്കും ഈ പസില് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. എനി ഫൂൾ, ഏതൊരു വിഡ്ഢിക്കും. ഇനി അടുത്തത് ബോത്ത് ആൻഡ്. ബോത്ത് മാത്രമല്ല, ബോത്ത് ആൻഡ്. ബോത്ത് ആൻഡ് ഈസ് സജസ്റ്റീവ് ഓഫ് എ കോമ്പിനേഷൻ. അതായത് ഒരു കോമ്പിനേഷനെ കാണിക്കുന്നതാണ് ബോത്ത് ആൻഡ്. കോമ്പിനേഷൻ അതായത് ഒന്നിൽ കൂടുതൽ വരുന്നത്, ദാറ്റ് ഈസ് കോമ്പിനേഷൻ. എക്സാമ്പിൾ, ഹി ഈസ് ബോത്ത് ക്ലവർ ആൻഡ് ബോൾഡ്. ഇവിടെ ഏതാണ് കോമ്പിനേഷൻ? ക്ലവർ ബോൾഡ് കേട്ടോ. ഹി ഈസ് ബോത്ത് ക്ലവർ ആൻഡ് ബോൾഡ്. അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ, ഹി ലൈക്സ് ബോത്ത് കോഫി ആൻഡ് ടീ. ബോത്ത് കോഫി ആൻഡ് ടീ. അപ്പൊ കോമ്പിനേഷൻ ഏതാ? കോഫി ടീ. ഇതാണ് കോമ്പിനേഷൻ കേട്ടോ. ഇനി കോമ്പൗണ്ട്സ് ഓഫ്. ഇനി കോമ്പൗണ്ടുകൾ, കോമ്പൗണ്ട് വാക്കുകൾ ഏതൊക്കെ വെച്ച് വരുന്ന? സമ്മ്, എനി ആൻഡ് നൺ. അതായത് നണ്ണ്, എനി, സമ്മ് ഇവ വെച്ച് വരുന്ന കോമ്പൗണ്ടുകൾ സച്ചാസ് ഏതൊക്കെ? ഏതുപോലെ? സംബഡി ഉണ്ടോ? സംബഡി, സംവണ്ണ്, നോബഡി, നോവണ്ണ്, എനിബഡി, എനിത്തിങ് എക്സെട്ര. ഇതുപോലുള്ള കോമ്പൗണ്ടുകൾ സമ്മ്, എനി, അതുപോലെ തന്നെ നൺ ഇവ കൊണ്ടുണ്ടാക്കുന്ന ഇതുപോലുള്ള കോമ്പൗണ്ടുകള് ടേക്ക് എ സിംഗുലർ വേർബ്. ഈ കോമ്പൗണ്ടുകൾക്ക് ശേഷം സിംഗുലർ വെർബായിരിക്കും വരിക. എക്സാമ്പിൾ, സംബഡി ക്ലീൻ ദ ടേബിൾ. സംബഡി ക്ലീൻഡ്. ഇത് പാസ്റ്റ് ആയതുകൊണ്ടാണ് ക്ലീൻഡ് പറഞ്ഞത്. ഇത് നമ്മൾ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സംബഡി ക്ലീൻസ്, ക്ലീൻഡ് ദ ടേബിൾ. അതുപോലെ തന്നെ എനിവൺ ക്യാൻ ഡ്രോ എ പിക്ചർ ഓഫ് എ ഫ്ലവർ. ഇവിടെയും എന്താണ്? എനിവൺ ക്യാൻ ഡ്രോ. ക്യാൻ എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി, അല്ലെങ്കിൽ എനിവൺ ഡ്രോസ് സിംഗുലർ വെർബ് വരുമ്പോൾ കേട്ടോ. എനിവൺ ക്യാൻ ഡ്രോ എ പിക്ചർ ഓഫ് എ ഫ്ലവർ. നോക്കൂ, അപ്പൊ ഇതോടുകൂടി എന്ത് ചെയ്യാം? നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നോക്ക്, എല്ലാ ആളുകളും ക്ലാസ് കണ്ടതിന് ശേഷം എന്ത് ചെയ്യാം? ഒന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.